CUT വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലേക്കുള്ള UG അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. CUT UG ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ആദ്യം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജൂലൈ 7 ആയിരുന്നു, ട്യൂസ്ഡേ ആയിരുന്നു വിളിച്ചിരുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് ജൂലൈ 17 ആണ്, ഫ്രൈഡേക്കാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളാണ് CU ഹരിയാന ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് തന്നെ കണ്ടിന്യൂഷനുള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എത്രയാണ് അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ പറയാം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂലൈ 2026 ആണ്. അതുപോലെ തന്നെ അതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 18 അതുപോലെ തന്നെ 19 ജൂലൈയിലായിരിക്കും ഉണ്ടായിരിക്കുക. ശേഷം അതിന്റെ കറക്ഷൻ വിൻഡോ കാര്യങ്ങളൊക്കെ ഇതാക്കിയതിനു ശേഷം 20 തീയതി അതിന്റെ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം വരുന്നത്. പിന്നെ അതിനുശേഷം 21 തീയതി മുതൽ ഇതിന്റെ അഡ്മിഷൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നുള്ളത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിൽ പ്രധാനമായി നോക്കേണ്ടത് നമുക്ക് ഇതിന്റെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് CU ഹരിയാനന്റെ www.cuh.ac.in എന്നുള്ളതാണ് CU ഹരിയാനയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. UG സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻലി അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് മെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അൺറിസർവ്ഡ് OBC EWS കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക 500 റുപ്പീസ് ആണ് വരുന്നത്. ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഓരോ കോഴ്സിന് 300 രൂപ കൊടുക്കണം. മെയിൽ ആണുങ്ങൾക്കാരാണ് പറയുന്നത്. പിന്നെ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് ഓർ OBC EWS കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് കൊടുക്കാനുള്ളത്. ഓരോ അഡീഷണൽ ആയിട്ടുള്ള ഓരോ പേപ്പർ കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗേൾസിനും ബോയ്സിനും 2 ഫീസാണ് വരുന്നത് CU ഹരിയാനയിൽ. അതുപോലെ തന്നെ SC ST PWD ട്രാൻസ്ജെൻഡർ കാറ്റഗറീസിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിടാം. കിട്ടില്ല എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അപ്ലൈ ചെയ്തിടാം. വൺ ഓഫ് ദി ടയർ 2 കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, ടയർ 2 ടയർ 1 ചില സമയങ്ങളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് CU ഹരിയാന എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളത് കൊടുത്തിടാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫസ്റ്റ് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പേയ്മെന്റ് കാര്യങ്ങൾ, സെക്കൻഡ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുന്നത് കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഹെൽപ്പ് ഡെസ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാം. അതിൽ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് CU ഹരിയാന പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാം. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫോൺ നമ്പർ കാര്യങ്ങൾ. എന്താ വെച്ചാൽ നിങ്ങൾ മെറിറ്റ് ലിസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ആ ഒരു നമ്പറിലേക്കായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ശേഷം നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഏകദേശം 7 കോഴ്സുകളാണ് CU ഹരിയാന പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്താണ് സബ്ജക്ട് ക്രൈറ്റീരിയ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 7 കോഴ്സുകളാണ് CU ഹരിയാനയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ BVOC ആണ്. BVOC ഇൻ റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന കോഴ്സാണ് BVOC ഇൻ ബയോമെഡിക്കൽ സയൻസ്. ഈ ഒരു കോഴ്സിന് നമ്മൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോളജി ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് BVOC ഇൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിൽ നമ്മൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ പേപ്പർ എഴുതിയിരിക്കണം. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ നമ്മൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് സൈക്കോളജിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് CU ഹരിയാനയിൽ ഉള്ളത്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് ടയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് CU ഹരിയാനയിലുള്ളത്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് സൈക്കോളജി എഴുതണം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc കെമിസ്ട്രി ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് എന്താ പറയുക ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി പേപ്പർ എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഡൊമൈൻ ആയിട്ട്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc മാത്തമാറ്റിക്സ് ആണ്. ഇതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡൊമൈൻ ആയിട്ടുള്ള മാത്സ് എഴുതിയിരിക്കണം എന്നാണ്, മാത്തമാറ്റിക്സ് എഴുതിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നുള്ളത്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc ഫിസിക്സ് ആണ്. അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്കിതിൽ നോക്കുമ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഏതെങ്കിലും ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എഴുതിയാൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് CU ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് CU ഹരിയാന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ CU ഹരിയാനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് കൗൺസിലിംഗ്, സെക്കൻഡ് കൗൺസിലിംഗ്, തേർഡ് കൗൺസിലിംഗ് അതൊക്കെ നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പം വളരെ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ കറക്ഷൻസ് ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി നല്ല യൂണിവേഴ്സിറ്റികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ടയർ 2ലും ടയർ 1ലും ചില സമയങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് CU ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ കൂടുതലും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരാൻ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് കാര്യങ്ങൾ, അതിൽ ജോയിൻ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.